സ്വരാജ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 1000-ൽ താഴെ വോട്ടുകൾക്ക് പരാജയപ്പെട്ടതാണ്. നിലമ്പൂരിൽ മത്സരിക്കാൻ അയോഗ്യത എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. ഇവരുടെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് ഇത്രയും നേരമായിട്ടും അങ്ങനൊരു പേരിലേക്ക് അയാളുടെ വ്യക്തിപരമായി എന്തെങ്കിലും വിഷയങ്ങളിലേക്ക് സൂചിപ്പിക്കണമെന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടില്ല. കഴിഞ്ഞ കുറേ ചർച്ചകൾ, ആദ്യം നടക്കുന്ന ചർച്ചയല്ല, സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുന്നേയും ഒരുപാട് ചർച്ചകൾ ഇവിടെ നടന്നിട്ടുണ്ട്. അന്നൊക്കെ നമ്മൾ വികസനവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടു. വികസനം ചർച്ച ചെയ്യാൻ കോൺഗ്രസ് തയ്യാറാവുന്നുണ്ടല്ലോ എന്നുള്ളത് ഞങ്ങൾ സ്വാഗതം ചെയ്യുമായിരുന്നു. എന്നാൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം എം സ്വരാജ് എന്ന വ്യക്തിയിലേക്ക് ഇവർ ചുരുങ്ങുകയാണ്. എം സ്വരാജ് നാട്ടിലില്ല, അയാളുടെ പഴയ പരാജയപ്പെട്ടു എന്നുള്ള രീതിയിലൊക്കെ ആ ഒരു വ്യക്തിപരമായ രീതിയിലേക്ക് ചുരുങ്ങി അവസാനിച്ചിട്ടില്ല. ആ രീതിയിലേക്ക് ചർച്ച കൊണ്ടുവരികയാണ്. അപ്പോ മറ്റൊന്ന് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്, ഈ പരാജയപ്പെട്ടതാണ് ഇവിടെ മത്സരിക്കാനുള്ള അയോഗ്യതയെങ്കിൽ ഇവിടെ ചെയർമാൻ ആയിരുന്ന ആര്യാടൻ ഷൗക്കത്ത് അയാള് അത് കഴിഞ്ഞു വരുന്ന തിരഞ്ഞെടുപ്പിൽ 5 സീറ്റ് മാത്രമുണ്ടായിരുന്ന ഇടതുപക്ഷം ഇന്ന് ഈ നഗരസഭ ഭരിക്കുകയാണ് 23 സീറ്റോടുകൂടി. ഇവിടെ മലപ്പുറം ജില്ലയിൽ 0 സീറ്റുള്ളൊരു പാർട്ടിയാണ് ഇവിടുത്തെ മുസ്ലിം ലീഗ്. ആ ഒരു ഭരണ മികവാണ് ആര്യാടൻ ഷൗക്കത്തിനുള്ളത്. ഇവിടുത്തെ കച്ചവടക്കാരെ, വ്യാപാരികളെ, ജനങ്ങളെ മുഴുവൻ ദ്രോഹിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നഗരസഭ ഇന്ന് ഇടതുപക്ഷം ഭരിക്കുന്നത്. മറ്റൊന്ന്, അത് കഴിഞ്ഞു വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ ആര്യാടൻ ഷൗക്കത്തിനെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്.